Hello everyone, welcome back. Today we are discussing the topic Communication Devices in Introduction to Information Technology subject. നമ്മൾ ഈ പ്രീവിയസ് ലെക്ചേഴ്സിലെല്ലാം ഡിസ്കസ് ചെയ്തത് കമ്പണൻസ് ഓഫ് ഹാർഡ്വെയർസ് ആയിരുന്നു. ഇൻപുട്ട് ഡിവൈസസ്, പ്രോസസ്സിംഗ് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്. ഇത്രയുമാണ് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ മോഡം, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, വൈഫൈ കാർഡ്, റൂട്ടേഴ്സ് ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A communication device is a piece of equipment or hardware designed to transfer information or data from one computer to another. In other words, it allows one computer device to communicate with another. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൻ്റെ പേർപ്പസ് ഇത്രയേ ഉള്ളൂ. ആ ഒരു ഡിവൈസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക്, അത് എത്ര അടുത്തായാലും അകലെ ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. നമ്മളിന്ന് നോക്കുന്നത് അതിൽ മോഡം, റൂട്ടർ, വൈഫൈ കാർഡ്സ്, NIC. So modem is short for modulator demodulator. It is a hardware component that allow a computer or another device such as router or switch to connect to the internet. മോഡം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ മറ്റ് ഡിവൈസായ റൂട്ടർ, സ്വിച്ച് ഇവയൊക്കെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മീഡിയമാണ്, ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളാണ് മോഡം എന്ന് പറയുന്നത്. മോഡുലേഷൻ, ഡീമോഡുലേഷൻ ഈ രണ്ട് പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മോഡം എന്ന് വിളിക്കുന്നത്. മോഡുലേറ്ററിൻ്റെ മോഡം, ഡീമോഡുലേറ്ററിൻ്റെ DEM. സോ കമ്പൈൻ ചെയ്ത് നമ്മൾ മോഡം എന്ന് പറയുന്നു. It converts or modulates an analog signal from telephone or cable wire to digital data. അപ്പം ടെലഫോണിലോ അല്ലെങ്കിൽ കേബിൾ വയറിലോ ഒക്കെ ഉള്ള അനലോഗ് സിഗ്നലിനെ ഇത് ഡിജിറ്റൽ ഡേറ്റ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ മീൻസ് സീറോസ് ആൻഡ് വൺസ്. സോ ആ ഡിജിറ്റൽ ഡേറ്റയെ മാത്രമേ ഒരു കമ്പ്യൂട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമ്മൾ കേബിൾ കണക്ഷനിലും വയർഡ് കണക്ഷനിലും ഒരിക്കലും ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. സോ അനലോഗ് സിഗ്നലായിരിക്കും അതിൽ പോകുന്നത്. ആ അനലോഗ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നലാക്കുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. അത് ചെയ്യുന്ന ആളാണ് മോഡം. So similarly, it converts digital data from computer or other device into an analog signal that can be sent over standard telephone lines. This conversion of digital signal to analog signal is called modulation, and the reverse process is called demodulation. സോ ഈ അനലോഗിനെ ഡിജിറ്റൽ ആക്കിയതുപോലെ തന്നെ സിമിലർലി ഡിജിറ്റൽ ഡേറ്റയെ അനലോഗ് സിഗ്നലായിട്ടും ഇത് കൺവേർട്ട് ചെയ്യും. അതായത് കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈൻസിലേക്ക് കൊടുക്കുമ്പോൾ അത് അനലോഗ് സിഗ്നലാക്കി മാറ്റി കൊടുക്കുന്നു. സോ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സിനെ നമ്മൾ മോഡുലേഷൻ, ഡീമോഡുലേഷൻ എന്ന് പറയും. അത് അനലോഗ് ടു ഡിജിറ്റൽ മോഡുലേഷനും ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് ഡീമോഡുലേഷനും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് മോഡം ചെയ്യുന്നത്. The first modem were dial-up, meaning that they had to dial a phone number to connect to an ISP. These modem operated over standard analog phone lines and used the same frequencies as telephone calls, which limited their maximum data transfer rate to 56 kbps. അതായത് ഫസ്റ്റ് മോഡം എന്ന് അറിയപ്പെടുന്നത് ഡയലപ്പ് മോഡമാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോൺ നമ്പറിലേക്ക് ഡയൽ ചെയ്യും, അതുവഴി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഈ മോഡംസ് എന്ന് പറയുന്നത് അനലോഗ് ഫോൺ ലൈൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ടെലിഫോൺ കോൾസിൻ്റെ അതേ ഫ്രീക്വൻസി ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെത് മാക്സിമം 56 kbps കിട്ടത്തുള്ളായിരുന്നു. ഓക്കെ, dial-up modems are also required full use of local telephone line, meaning voice call would interrupt the internet connection. അതായത് ഒരു ടെലിഫോൺ കോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ലൈൻ ഫുള്ളായിട്ടും ഈ ഡയലപ്പ് മോഡം എടുക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് വോയിസ് കോളൊന്നും, അത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് വോയിസ് കോൾ ചെയ്യാൻ പറ്റില്ല, അത് ഇൻറ്ററപ്റ്റ് ആവും. Modern modems are typically DSL or cable modem, okay, which are considered broadband devices. Modern modem എന്ന് പറയുന്നത് DSL modems അല്ലെങ്കിൽ കേബിൾ മോഡമാണ്. അതെന്ന് പറയുന്നത് ബ്രോഡ്ബാൻഡ് ആയിട്ട് ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് DSL മോഡം ഓപ്പറേറ്റ് ഓവർ സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻസ് ബട്ട് യൂസ് എ വൈഡർ ഫ്രീക്വൻസി റേഞ്ച്. ഇതും ടെലിഫോൺ ലൈൻസിന് ഓവറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ബ്രോഡ്ബാൻഡ് ഡിവൈസസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യപ്പെടുന്നു. This allows for higher data transfer rate than dial-up modems and enable them to not interfere with phone calls. അപ്പോൾ ഇത് ഡയലപ്പിനെ അപേക്ഷിച്ച് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് വളരെ കൂടുതലുമായിരിക്കും, ഫോൺ കോൾസിന് ഇൻറ്ററപ്റ്റ് ചെയ്യത്തില്ല. കേബിൾ മോഡം സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ ഓവർ സ്റ്റാൻഡേർഡ് കേബിൾ ടെലിവിഷൻ ലൈൻസ് വിച്ച് ആർ ടിപ്പിക്കലി കോആക്സിയൽ കേബിൾസ്.
അപ്പോൾ ഈ കേബിൾ മോഡംസ് ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് കേബിൾ ടെലിവിഷൻ ലൈൻ വഴിയാണ്. അത് ഉപയോഗിച്ചിരിക്കുന്നത് കോആക്സിയൽ കേബിൾസ് ആണ്. മോസ്റ്റ് മോഡേൺ കേബിൾ മോഡം സപ്പോർട്ട് ഡേറ്റ ഓവർ കേബിൾ സർവീസ് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷൻ, which provides an efficient way of transmitting TV, cable, internet and digital phone signals over the same cable line. ഇപ്പം മോസ്റ്റ് മോഡേൺ മോഡംസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഡേറ്റ അവർ കേബിൾ സർവീസ് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷനാണ്. അതായത് ടി വി ട്രാൻസ്മിറ്റിങ്ങോ അല്ലെങ്കിൽ കേബിൾ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോൺസിൻ്റെ ആ ഒരു വഴിയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കും ഇൻ്റർനെറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ടി വി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് നെറ്റ് പ്രൊവൈഡ് ചെയ്യാം, ഇനി ടെലിഫോൺ ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് നെറ്റ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് നെറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ കേബിളിങ്ങിലൂടെയൊക്കെ തന്നെ ആയിരിക്കും ഇൻ്റർനെറ്റും നമുക്ക് കിട്ടുന്നത്. സോ സിൻസ് മോഡം കൺവേർട്സ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇത് അനലോഗിന് ഡിജിറ്റലും ഡിജിറ്റലിന് അനലോഗും ആക്കും. ഓക്കെ, ഇതിൽ നടക്കുന്നത് വെച്ചാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഓർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ, ADC or DAC. Modems are not need for fiber optic connection because the signals are transmitted digitally from being to end. മോഡംസിന് ഫൈബർ ഒപ്റ്റിക് കണക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം സിഗ്നൽസ് ഒരു എൻഡിൽ നിന്ന് മറ്റു എൻഡിലേക്ക് ഡിജിറ്റലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. Next device is router. Routers is a device which like a switch that route data packets based on their IP address. റൂട്ടർ എന്ന് പറയുന്നത് ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും റൂട്ടറിൽ സെൻഡ് ചെയ്യുന്നത്. അത് അതിൻ്റെ IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡേറ്റാസിന് ഏതിലേക്ക് അയക്കണം എന്ന് തീരുമാനിക്കുന്നത്. റൂട്ടേഴ്സ് ഒരു നെറ്റ്വർക്ക് ലെയർ ഡിവൈസാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഡിഫറെൻറ്റ് ലെയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ലെയറിനും ഓരോ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നെറ്റ്വർക്ക് ലെയറിന് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് റൂട്ടർ. റൂട്ടർ ലാനിനെയും വാനിനെയും തമ്മിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി. ഇനി ഈ റൂട്ടറിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് റൂട്ടിംഗ് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഏത് റൂട്ടിലേക്ക് ഡേറ്റ പാക്കറ്റിന് സെൻഡ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് റൂട്ടിംഗ് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. സോ റൂട്ടർ ഡിവൈഡ്സ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ഓഫ് ഹോസ്റ്റ് കണക്ഷൻ ത്രൂ ഇറ്റ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ഇതൊരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ്. കാരണം ഹോസ്റ്റുകളെ കണക്ട് ചെയ്യപ്പെടേണ്ട ബ്രോഡ്കാസ്റ്റ് ഡൊമൈനെ റൂട്ടർ ഡിവൈഡ് ചെയ്ത് ഡേറ്റാസിനെ സെൻഡ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റൂട്ടിംഗ് ടേബിളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. റൂട്ടിംഗ് ടേബിളിൽ ഏത് പോർട്ട് വഴി ഏത് അഡ്രസ്സിലേക്ക് പോകണം എന്നുള്ള ഇൻഫർമേഷനാണ് ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കുക. പോർട്ട് ID-യും അതേപോലെ IP അഡ്രസ്സും. അപ്പോൾ ആ റൂട്ടിംഗ് ടേബിളിൽ IP അഡ്രസ്സ് നോക്കിയാണ് ഇൻഫർമേഷൻസ് ഏതിലേക്ക് എങ്ങനെ പാസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് നെറ്റ്വർക്ക് ട്രാഫിക് ടു ഇറ്റ്സ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ. It works by reading the destination network address within each data packet and send it along its way. സോ ഡേറ്റ ട്രാഫിക് അതായത് നെറ്റ്വർക്ക് ട്രാഫിക്കിൽ ഏത് ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് എത്തിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് റൂട്ടറാണ്. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആ IP അഡ്രസ്സിലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ്. ഓരോ ഡേറ്റ പാക്കറ്റിൻ്റെയും കൂടെ ആ പോർട്ട് നമ്പറും IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ആ അഡ്രസ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇതുകൊണ്ട് എത്തിക്കുന്നത്. സോ റൂട്ടേഴ്സ് ലാർജ് നെറ്റ്വർക്കിലാണെങ്കിൽ ഒരുപാട് റൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ റൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഓരോ റൂട്ടറിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദ വർക്കിംഗ് മോഡ് ഓഫ് റൂട്ടർ. നെക്സ്റ്റ് ഡിവൈസ് ഇസ് വൈഫൈ കാർഡ്സ്. Cards, that is Wi-Fi cards, when you are using a computer on a wireless network, you need to be able to send data and receive data from the server and other computers on the network. നമ്മൾ ഒരു വയർലെസ് നെറ്റ്വർക്കിലാണ് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റയെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഈ വൈഫൈ കാർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദിസ് മേ ബി ഡൺ ബൈ എ ബിൽറ്റ് ഇൻ വൈഫൈ ഇൻ യുവർ ലാപ്ടോപ്പ് ഓർ മൊബൈൽ ഡിവൈസ് കണക്റ്റഡ് ടു എ ലോക്കൽ നെറ്റ്വർക്ക്. If your laptop needs to connect it via needs of mobile Wi-Fi network while on move, then you purchase a Wi-Fi dongle, then looks like a memory stick and is inserted into the USB port.
നമ്മൾ ലാപ്ടോപ്പ് വൈഫൈ മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ലോക്കൽ നെറ്റ്വർക്കിലേക്ക് ഇതിനെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ വൈഫൈ നെറ്റ്വർക്ക് എനേബിൾ ആക്കിക്കൊണ്ട് തന്നെ ഈ വൈഫൈ ഡോങ്കിൾ നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ USB പോർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഒരു പെൻ ഡ്രൈവ് മോഡിലൊക്കെ ഇരിക്കുന്ന നെറ്റ് സെക്ടേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ നമ്മൾ വൈഫൈ മോഡിൽ ആ വൈഫൈ ഡോങ്കിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ USB പോർട്ടിൽ കുത്തിയിട്ട് നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് ഈ വൈഫൈ കാർഡ്സ് എന്ന് പറയുന്നത്. നെറ്റ് സെക്ടർ തന്നെയാണ് ശരിക്കും വൈഫൈ കാർഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഇൻ ജസ്റ്റ് ദ സെയിം വേ ബട്ട് ഇസ് ഡിസൈൻ ടു വർക്ക് വിത്ത് എ സ്പെസിഫിക് മൊബൈൽ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡർ. ഇത് നമ്മൾ സാധാരണ നെറ്റ്വർക്ക് കിട്ടുന്ന പോലെ തന്നെ ഇത് ആക്സസ് ചെയ്ത് ഒക്കെ പറ്റും. പക്ഷേ ഒരു മൊബൈൽ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ വേണം, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം നമുക്ക് BSNL നെറ്റ് സെക്ടർ ഉണ്ട്, എയർടെല്ലിൻ്റെ ഉണ്ട്, ജിയോയുടെ ഉണ്ട്, അങ്ങനെ പലരുടെ നെറ്റ് സെക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് വൈഫൈ കാർഡ്സ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. Computers on a network need to be able to communicate with server ആൻഡ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ്. നെറ്റ്വർക്കിലുള്ളൊരു കമ്പ്യൂട്ടർ എപ്പോഴും സെർവേഴ്സും മറ്റ് കമ്പ്യൂട്ടേഴ്സുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഓക്കെ, ഈ നെറ്റ്വർക്കിങ്ങിലുള്ള കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സെർവറോ കമ്പ്യൂട്ടേഴ്സോ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം, അല്ലെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ നെറ്റ്വർക്ക് ചിപ്പ് വേണം. ബിൽറ്റ് ഇൻ നെറ്റ്വർക്ക് ചിപ്പാണെങ്കിൽ മദർ ബോർഡിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിലുള്ള നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് ആസ് എൻ ഇൻ്റർഫേസ് ആസ് എ TCP/IP ലെയർ, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോൾ, TCP/IP ലെയറിൽ നിൽക്കുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നിൽക്കുന്നത്. അവരിലൊരു കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നൊരു മീഡിയം. NIC കാർഡ് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് അറ്റ് ദ ഫിസിക്കൽ ലെയർ ആൻഡ് ഡെലിവർ ഡേറ്റ പാക്കറ്റ്സ് അറ്റ് ദ നെറ്റ്വർക്ക് ലെയർ. ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡേറ്റ പാക്കറ്റ്സിനെ ഡെലിവർ ചെയ്യാനും അതേപോലെ തന്നെ ഫിസിക്കൽ ലെയറിൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നവരാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ലെയറും ഫിസിക്കൽ ലെയറും എല്ലാം നമ്മുടെ TCP/IP എന്താണ് കമ്മ്യൂണിക്കേഷൻ ലെയേഴ്സാണ്. ഓക്കെ, സോ നെറ്റ്വർക്കിങ്ങിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ, അതിൽ വരുന്ന ലെയേഴ്സാണിത്. So modem is short for modulator demodulator. It is a hardware component that allow a computer or another device such as router or switch to connect to the internet. മോഡം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ മറ്റ് ഡിവൈസായ റൂട്ടർ, സ്വിച്ച് ഇവയൊക്കെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മീഡിയമാണ്, ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളാണ് മോഡം എന്ന് പറയുന്നത്. മോഡുലേഷൻ, ഡീമോഡുലേഷൻ ഈ രണ്ട് പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മോഡം എന്ന് വിളിക്കുന്നത്. മോഡുലേറ്ററിൻ്റെ മോഡം, ഡീമോഡുലേറ്ററിൻ്റെ DEM. സോ കമ്പൈൻ ചെയ്ത് നമ്മൾ മോഡം എന്ന് പറയുന്നു. It converts or modulates an analog signal from telephone or cable wire to digital data. അപ്പം ടെലഫോണിലോ അല്ലെങ്കിൽ കേബിൾ വയറിലോ ഒക്കെ ഉള്ള അനലോഗ് സിഗ്നലിനെ ഇത് ഡിജിറ്റൽ ഡേറ്റ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ മീൻസ് സീറോസ് ആൻഡ് വൺസ്. സോ ആ ഡിജിറ്റൽ ഡേറ്റയെ മാത്രമേ ഒരു കമ്പ്യൂട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമ്മൾ കേബിൾ കണക്ഷനിലും വയർഡ് കണക്ഷനിലും ഒരിക്കലും ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. സോ അനലോഗ് സിഗ്നലായിരിക്കും അതിൽ പോകുന്നത്. ആ അനലോഗ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നലാക്കുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. അത് ചെയ്യുന്ന ആളാണ് മോഡം. So similarly, it converts digital data from computer or other device into an analog signal that can be sent over standard telephone lines. This conversion of digital signal to analog signal is called modulation, and the reverse process is called demodulation. Assignment question: explain different communication devices in detail. I hope that all of you understand the session. Thank you.